നമസ്കാരം. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നോടൊപ്പം ഇന്നുള്ളത് തിരൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീനാണ്. അദ്ദേഹം രണ്ടാം ഊഴം തേടിയാണ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വോട്ട് വർത്തമാനമാണ് നമ്മൾ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലൂടെ പങ്കിടുന്നത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ? വളരെ ആത്മവിശ്വാസത്തോടെ പുരോഗമിക്കുകയാണ് അല്ലേ? അപ്പം എങ്ങനെയുണ്ട് വോട്ടർമാരുടെ സൈഡിൽ നിന്നുള്ളൊരു റെസ്പോൺസ് ഒക്കെ? നല്ല സന്തോഷകരമായിട്ടുള്ള എല്ലാ ഭാഗത്തു നിന്നും നല്ല സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഊർജ്ജസ്വലമായി എല്ലാവരും മുമ്പോട്ട് വന്നിട്ടുണ്ട്. അത് കേരളത്തിലെ 10 കൊല്ലമായുള്ള ദുർഭരണത്തിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധത്തിൻ്റെ കൂടി കാരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലായിടത്തും വളരെ സജീവമാണ്. അപ്പോൾ ഇത് രണ്ടാം തവണയാണ്. കഴിഞ്ഞ പ്രാവശ്യം 7000-ൽ പരം വോട്ടുകൾ ലീഡാണ് നേടിയത്, വോട്ടിൻ്റെ ലീഡാണ് നേടിയിട്ടുള്ളത്. അപ്പം ഇക്കുറി എന്തിന് പൊതുജനങ്ങൾ കുറുക്കോളി മൊയ്തീന് വോട്ട് ചെയ്യണം? കഴിഞ്ഞ പ്രാവശ്യം ഏറെ പരിമിതികളുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയെ പൊതുവിലും പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലത്തെ പ്രത്യേകിച്ചും അവഗണിച്ചൊരു സർക്കാരായിരുന്നു കേരളത്തിലുണ്ടായിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ MLA-മാർക്ക് വെറും 5 കോടി രൂപ മാത്രമാണ് ഓരോ കൊല്ലവും കൊടുക്കുക. എന്നാൽ മറ്റു മണ്ഡലങ്ങളിൽ ഇഷ്ടംപോലെ വാരിക്കോരി കൊടുക്കും. പിന്നെ ഇങ്ങനെ വികസനം കൂടുതൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ലല്ലോ. ഇപ്പോൾ നമ്മൾ വെട്ടം പഞ്ചായത്തിലാണുള്ളത്. ഇവിടെ അങ്ങേ ഭാഗത്തേക്ക് കടക്കാൻ ചില ഭാഗത്തു നിന്ന് 6-7 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം പുഴയുടെ അപ്പുറത്തേക്ക് കടക്കാൻ. പാലം പണിതാൽ അവർക്ക് നേരെ അപ്പുറത്തേക്ക് 100 മീറ്റർ കടന്നാൽ അങ്ങേ ഗ്രാമപഞ്ചായത്തിലേക്കും അങ്ങാടിയിലേക്കും ഒക്കെ എത്തും. മദ്രസ, സ്കൂൾ, ആശുപത്രി എന്നിവയൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഈ 5 കൊല്ലമായിട്ട് ഞാൻ ഈ 3 പാലങ്ങൾ ഇവിടെ, വൈശ്യം പാലം, വെട്ടം ചീർപ്പ് പാലം, തീണ്ടാപ്പടി പാലം, ഇവയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും 100 രൂപ മാത്രമേ തരൂ. ജനങ്ങൾക്കറിയാം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് വികസനത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ജനങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ UDF-ന്റെ ഒരു ഭരണം വരാനിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ. സ്വാഭാവികമായിട്ടും അതിൽ നല്ല സംശയവും ജനങ്ങൾ മുഖം കണ്ടപ്പോരെ UDF-ന്റെ സ്ഥാനാർത്ഥികളെ ഓരോരുത്തർക്കും നൽകുന്ന സ്വീകാര്യത എത്ര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് UDF-ന്റെ ഗവൺമെൻറ് വരുമ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാകും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു കാരണം കൂടി ഈ ഊർജ്ജസ്വലതയ്ക്ക് ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. തീർച്ചയായും മലപ്പുറം എന്ന് പറയുന്നത് UDF-ന്റെ ഉറച്ച കോട്ട തന്നെയായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. തീർച്ചയായും വേറെ എവിടെ കിട്ടിയില്ലെങ്കിലും മലപ്പുറത്തെ മിക്ക മണ്ഡലങ്ങളും, ഭൂരിപക്ഷ മണ്ഡലങ്ങളും UDF-നൊപ്പം തന്നെ നിന്നിട്ടുള്ള ചരിത്രമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ കൂടിയും ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളുമുണ്ട് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച്. അപ്പോൾ അതെങ്ങനെയാണ്? ഒപ്പം തന്നെ താനൂരിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 2 തവണ നമ്മുടെ V. അബ്ദുറഹ്മാനാണ് ജയിച്ചത്. അദ്ദേഹം മണ്ഡലം മാറിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തിരൂരിനെയും ഇടതുപക്ഷം കണ്ണുവെക്കുന്നു എന്നത് തന്നെയാണ് അർത്ഥം. അപ്പോൾ അതിലെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലം മാറ്റത്തെ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു അർത്ഥം അതിനില്ല. അവിടുന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിലാകണം എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് വന്നു. അവിടുത്തെ ജനങ്ങൾ 10 കൊല്ലം കൊണ്ട് അവർക്ക് എതിരായി ചിന്തിക്കാൻ തുടങ്ങി അവിടുത്തെ ജനം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അതുകൊണ്ടാണ് മണ്ഡലം മാറിയിട്ടുണ്ടാവുക എന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതാണ്. ഏതൊരു സ്ഥാനാർത്ഥിയും കൂടുതൽ സ്വീകാര്യതയുള്ള ജനങ്ങൾക്ക് മുമ്പിൽ വോട്ട് തേടാനാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് ആ ഒരു അർത്ഥം അതിനില്ല. നിങ്ങൾ പറഞ്ഞു UDF താനൂരും പിടിക്കും, തിരൂരും പിടിക്കും, മാത്രമല്ല 1977 ആവർത്തിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. 77 എല്ലാ മണ്ഡലങ്ങളും UDF ജയിച്ചു. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹം ഓരോ മണ്ഡലങ്ങളിലും ഓടിയെത്താനുള്ള ഓരോ മണ്ഡലങ്ങളിലല്ല, ഓരോ നാടുകളിലും, തിരൂർ മണ്ഡലത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ഓരോ വോട്ടർമാരെയും നേരിട്ട് കാണാനുള്ള തിരക്കിൽ തന്നെയാണ്. അടുത്ത പ്രചരണ സ്ഥലത്തെ, സ്വീകരണ സ്ഥലത്ത് വെച്ച് നമുക്ക് അടുത്ത ചോദ്യങ്ങളുമായിട്ട് അദ്ദേഹത്തെ സമീപിക്കാം. അങ്ങ് മലപ്പുറത്ത് അതന്നെ തിരൂര് ആസ്ഥാനമായിട്ട് ജില്ല വിഭജിക്കണം എന്നാവശ്യപ്പെടുന്ന കൂട്ടത്തിലാണല്ലോ. അപ്പോൾ അത് എതിർക്ക വന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോട് എന്താവശ്യകതയാണ് തിരൂർ ആസ്ഥാനമായിട്ട് ജില്ല വിഭജിക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ളതെന്ന് പറയാം. ഞാൻ മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ആസ്ഥാനമായി ഒരു ജില്ല എന്ന് മാത്രമല്ല, എൻ്റെ മുമ്പിലുള്ള ആശയം കേരളത്തിൽ കൂടുതൽ ജില്ലകൾ ആവശ്യമുണ്ട്. മലപ്പുറം ജില്ല വിസ്തൃതിയിലും അതേപോലെ തന്നെ ജനസംഖ്യയിൽ മുമ്പിൽ നിൽക്കുക. പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളൊക്കെ വലിയ ജില്ലകളാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് പോയാലും അവിടുത്തെ ജില്ലകളിൽ ഇത്രയേറെ ജനസംഖ്യയില്ല.
ഇവിടെ അരക്കോടിയോളം ജനസംഖ്യ മലപ്പുറത്തുണ്ട്. അതിന് താഴെയായി മറ്റു വലിയ ജില്ലകളിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ജില്ലകളെ മൊത്തം വിഭജിച്ച് കൂടുതൽ ജില്ലകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത് വികസനങ്ങൾ, വർദ്ധിച്ച വികസനങ്ങൾക്ക് അത് കാണുന്നു. ഉദാഹരണം, UDF ഗവൺമെൻറ്റിൻ്റെ സന്ദർഭത്തിൽ എല്ലാ ജില്ലക്കും മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ മഹാനായ ഉമ്മൻചാണ്ടി നയിക്കുന്ന സർക്കാരിൻ്റെ കാലത്ത് ഒരു തീരുമാനമുണ്ടായി. അപ്പോൾ വയനാട്, കാസർഗോഡ്, പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ ജില്ലകളിലൊക്കെ പുതിയ മെഡിക്കൽ കോളേജ്. അപ്പോൾ നമുക്ക് ഒരു 10-20 ജില്ല നമ്മൾ കേരളത്തിലുണ്ട് എങ്കിൽ ആ ജില്ലകളിലൊക്കെ മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ ഇപ്പോൾ 50 ലക്ഷം ജനങ്ങളോ 50 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുള്ള മലപ്പുറം ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ്. ഇതിൻ്റെ 4-1 പോലും ജനസംഖ്യ ഇല്ലാത്ത വയനാടിന് ഒരു മെഡിക്കൽ കോളേജ്. പകുതിയിൽ താഴെയുള്ള പത്തനംതിട്ടയിലും കാസർഗോഡും ഒക്കെ ഒരു മെഡിക്കൽ കോളേജ്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അപ്പോൾ കേരളത്തിലെ ഈ 3.5 കോടി ജനങ്ങൾക്ക് വികസനവും സൗകര്യങ്ങളും പരമാവധി ലഭ്യമാക്കണം. അതിന് പുതിയ ജില്ലാ വിഭജനത്തെക്കുറിച്ച് പഠിക്കാൻ വരുന്ന സർക്കാർ തയ്യാറാവണം എന്നാണ് എനിക്ക് മുമ്പിലോ കാര്യം. അപ്പം UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണല്ലോ ആത്മവിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ കാര്യങ്ങളിൽ ഇത് പെടുമോ, ഈ ഒരു ആവശ്യം പെടുമോ? ഇവിടെ പല കാര്യങ്ങളും ഒരു മുന്തിയ പരിഗണന നൽകി പ്രഥമ പരിഗണന നൽകേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ എല്ലാം കൂടി 1-ാം നമ്പറാക്കി എഴുതാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മുൻഗണനാക്രമം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ മണ്ഡലത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളിലെ CPM, BJP അടക്കമുള്ള എല്ലാവരുടെയും തുഞ്ചൻ പറമ്പിലേക്ക് ഞാൻ വിളിച്ചു പോകും. അവിടെ ലീഡേഴ്സിനെ ഒക്കെ ജനപ്രതിനിധികളുണ്ടായിരുന്നു, മറ്റു സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവിടെ ഇത് എൻ്റെ ആശയങ്ങൾ ഞാൻ അവിടെ മുമ്പിൽ വെച്ചു. എൻ്റെ ആശയങ്ങൾ ഒന്നുപോലും അത് തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ അവരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂട്ടിച്ചേർത്ത് അവകളാണ് ഞാൻ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചത്. ആ കൂട്ടത്തിൽ ജില്ലയുടെ വിഷയവും അന്ന് അവിടെ അംഗീകരിച്ചിട്ടുണ്ട് എല്ലാവരും. ഇപ്പോൾ അതിനെ എതിർക്കുന്ന ചില ആളുകൾ പോലും അന്ന് അതിനെ അംഗീകരിച്ചവരാണ്. പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ടാണ് ചിലർ എതിർക്കുന്നത്. അത് അവസരം വരുമ്പോൾ അനുകൂലിക്കുകയും വേറെ ചിലപ്പോൾ എതിർക്കുകയും ചെയ്യുന്ന നയത്തോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ ജില്ലകൾ വരണം, അതിനുള്ള സംവിധാനങ്ങൾ വരും സർക്കാർ ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇവിടെ മുന്തിയ പരിഗണന നൽകുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു വളരെ തീച്ചൂളയിൽ നിന്ന സ്ഥലമാണത്. വാഗൺ ട്രാജഡി എന്ന തെറ്റായ നാമം കുറിച്ച മനുഷ്യക്കുരുതിയുടെ സംഭവം നടന്നത് തിരൂരിലാണ്. അവരുടെ രക്തസാക്ഷികൾ അന്തി ഉറങ്ങുന്ന സ്ഥലം കൂട്ടുകോരങ്ങത്ത് പള്ളി ഇവിടെ ഉണ്ട്. മാമാങ്കത്തിൻ്റെ നാട് ഞങ്ങളുടേതാണ്. നവാമുകുന്ദ ക്ഷേത്രം ഞങ്ങൾ ഈ പ്രദേശത്താണ്. ഭാരതപ്പുഴ ഉൾപ്പെടെ 4 പുഴകൾ ഈ മണ്ഡലത്തിലൂടെ ഒഴുകുന്നുണ്ട്. പ്രാചീന നഗരമാണ് ഈ തിരൂര്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇത് കാർഷിക പ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. ഇത് തീരദേശമാണ്. ഇങ്ങനെ എല്ലാം കൂടി മുന്തിയ പരിഗണന നൽകുന്ന ഒരിടമാണ് തിരൂര്. അപ്പോൾ ഇതിനൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ടൂറിസം പദ്ധതി വരണം. ഇവിടുത്തെ സഞ്ചാരയോഗ്യമായ വീഥികളെല്ലാം സഞ്ചാരയോഗ്യമാക്കണം. അടുത്ത ഗ്രാമപഞ്ചായത്തുകളെ കൂട്ടിച്ചേർത്ത് തിരൂർ നഗരത്തിനോട് കൂടിച്ചേർത്ത് ഉൾവഴികളൊക്കെ വിസ്തൃതമാക്കണം. അങ്ങനെ നഗരവൽക്കരണം ഗ്രാമത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കണം. അങ്ങനെ ജനങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ വീടിന് മുമ്പിലേക്ക് കയ്യെത്തും ദൂരത്തേക്ക് സൗകര്യങ്ങൾ എത്തിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ ഇപ്പോൾ വെത്തിലയുടെ ആസ്ഥാനം തിരൂരാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടുന്നാണ് പോകുന്നത്. താമര കൃഷിയിടം, താമരക്കായൽ എന്നതിന് പേര് പറയുന്ന സ്ഥലം തിരുനാവായലാണ്. ഞാനങ്ങനെ 2 കാർഷിക പ്രധാനമായ 2 വിളകളുടെ ഒരു നാട്ടിലാണ് എൻ്റെ മണ്ഡലം, എൻ്റെ നാടും എന്നുള്ളതിന് ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ വേണ്ട അംഗീകാരവും അതിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാനുള്ള മാർഗവും ഒക്കെ അതുവഴി ഒരുക്കി കൊടുക്കണം. പുതിയ തൊഴിലിടങ്ങൾ ഉണ്ടാക്കണം. ഇതൊക്കെ ഈ വെത്തില എന്നൊക്കെ പറഞ്ഞ് വലിയ ഔഷധ വീരുള്ള സാധനം. അതിനെ സംബന്ധിച്ച് ശരിയായ പഠനം പോലും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആര്യവൈദ്യശാല അടക്കമുള്ള കോയമ്പത്തൂർ ആര്യവൈദ്യശാല മറ്റ് ഫാർമസികളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് നാടൻ ചികിത്സാരികളുണ്ടായിരുന്നു. അവരിതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ നടത്തുകയും പെട്ടെന്ന് ഭേദപ്പെടുകയും ചെയ്തു. എനിക്കെൻ്റെ ജീവിതാനുഭവങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ ഈ സമയത്ത് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ അതിനൊക്കെ കണ്ടെത്തി ഈ നമ്മുടെ നാട്ടിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചു, നമുക്കുള്ള വിഭവങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ നമ്മളെല്ലാവരും കൂടി കൂട്ടായ പരിശ്രമം നടത്തണം. അതിന് ഗവൺമെൻറ് നേതൃത്വം കൊടുക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഈ ജനങ്ങളുടെ പിൻബലത്തോടു കൂടി ഞങ്ങൾ ഒന്നിച്ചാണ് ആവശ്യപ്പെടുക. ഞാനിവർക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കുമെന്ന് മാത്രം. ശബ്ദം എൻ്റേതായിരിക്കാം, പക്ഷേ അത് ഇവിടെ എല്ലാവരുടെയും കൂടി അഭിപ്രായമാണ്.
ഇത് താമര കൃഷിയുടെ ഒരു കാര്യം പരാമർശിച്ചതുകൊണ്ടാണ്. നമ്മുടെ തിരുനാവായയിൽ ഉൾപ്പെടെ തിരൂരിൻ്റെ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഉണ്ട് താമര കൃഷി ഒരുപാട് പേര്. അപ്പോൾ താമര കൃഷി ചെയ്യുന്നവരെ കർഷകരുടെ ഗണത്തിൽ പെടുത്തിയിട്ടില്ല എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും? MLA അത് ഉന്നയിച്ചിട്ടുണ്ട്, നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ തീർച്ചയായും അതിനെന്താണ് ഇനി മുന്നോട്ടുള്ള നടപടികൾ എന്തായിരിക്കും? അതിൻ്റെ അന്ന് ഉന്നയിച്ചതിന് എന്തെങ്കിലും നടപടികളായിട്ടുണ്ടോ? അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നും ആയിട്ടില്ല. ഒരു നല്ല മറുപടി അത് ഭാവിയിൽ പരിഗണിക്കുമെന്നൊരു വർത്തമാനമല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. വർത്തമാനം പറയാൻ ആർക്കും കഴിയും, നടപ്പിലാക്കാൻ അതിന് മനസ്സ് തന്നെ വേണം. UDF സർക്കാർ വന്നാൽ അത് നടപ്പിലാക്കിയെടുക്കും. അതിന് ഞാൻ മുമ്പിലുണ്ടാകും. ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി ഞാൻ പൊരുതും. തീർച്ചയായും. അതുപോലെ തന്നെ തിരൂർ വെറ്റില തിരൂരിൻ്റെ ഒരു സിഗ്നേച്ചർ ഐറ്റം തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻ്റർനാഷണൽ ഒരു വിപണി കണ്ടെത്തുന്ന കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തിരൂർ വെറ്റിലയെ കൂടുതൽ കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആക്കാൻ എന്താണ് ഇനി ചെയ്യാനുള്ള ഒരു ഇതെന്തായിരിക്കും? തീർച്ചയായിട്ടും രണ്ട് തരത്തിലാണ് അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ ഔഷധ വീര്യത്തെ മനസ്സിലാക്കി ആഭ്യന്തരമായ ആവശ്യങ്ങൾക്ക് അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. രണ്ടാമത്, വിദേശത്തേക്ക് രാജ്യത്തിനകത്തും പുറത്തും കേരളത്തിന് പുറത്തേക്ക് ആവശ്യക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. മുമ്പ് ഇവിടെ എല്ലാ വീട്ടിലും കൃഷി ഉണ്ടായിരുന്നു, വെറ്റില കൃഷി ഉണ്ടായിരുന്നു. വെറ്റില കൃഷി എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഈ തിരൂരായിരുന്നു എൻ്റെ ആസ്ഥാനം. ഇപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞ ഭൂമിയിൽ ഒരു കുടുംബത്തിന് കഴിയാവുന്ന വരുമാനം ഉണ്ടാക്കാവുന്ന ഇതുപോലൊരു കൃഷി പറയില്ല. 5 സെൻറ്റ് സ്ഥലത്ത് കൃഷി ചെയ്താൽ 5 സെൻറ്റ് തന്നെ വേണ്ട, അതിനേക്കാൾ കുറഞ്ഞ സ്ഥലത്തും കൃഷി ചെയ്താൽ ഒരു കുടുംബത്തിന് ഉപജീവന മാർഗം അതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. വെറ്റിലയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വെറ്റില കർഷകനും വെറ്റില കൃഷി ചെയ്യുന്ന തൊഴിലാളിയും ഒരാളാണ്. വീട്ടുകാരെല്ലാവരും കൂടി ഇറങ്ങുക, മക്കളും ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് വീട്ടുകാർ രാവിലെയും വൈകുന്നേരം നോക്കും. അതുകൊണ്ട് നുള്ളിയെടുക്കലും അത് മുടയലും അത് വിൽക്കാൻ കൊണ്ടുപോയലൊക്കെ വീട്ടുകാർ തന്നെ. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വീട്ടിനെ കേന്ദ്രീകരിച്ച് ചെയ്യാവുന്ന ഇത്രയും വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു കൃഷി വേറെ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് അതിന് ആ സൗകര്യങ്ങൾ മനസ്സിലാക്കണം. അതിന് സൗകര്യങ്ങളില്ലാതെ പോയപ്പോൾ, വില കുറഞ്ഞപ്പോൾ, ഇതിനെ പരിഗണിക്കാൻ ഗവൺമെൻറ് തയ്യാറാകാതെ പോയപ്പോൾ ചുരുങ്ങി വന്നിരിക്കുകയാണ്. തിരൂർ നഗരം ഒരു കാലത്ത് പാൻ ബസാർ എന്ന അങ്ങാടിയാണ് അറിയപ്പെട്ടിരുന്നത്. തിരൂർ എന്ന് പറഞ്ഞാൽ 3 സാധനം ഉണ്ടായിരുന്നു മുമ്പ്. ഒരു റെയിൽവേ സ്റ്റേഷൻ, ചൂളം വിളിച്ച് ട്രെയിൻ ഇങ്ങനെ പോകും, ട്രെയിൻ വിളിച്ച് ചൂളം വിളിച്ച് ഇങ്ങനെ പോകും. രണ്ടാമത് അവിടെ ഒരു വലിയ ചന്ത, ഞായറാഴ്ച ചന്ത എന്ന പേരിലൊരു ചന്ത. പരിസരത്തുനിന്നൊക്കെ ആളുകൾ സാധനം വാങ്ങാൻ ഞായറാഴ്ച ചന്തക്ക് വരും. മൂന്നാമത്, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ജനനിബിഡമായിരുന്നു പാൻ ബസാർ. എല്ലായിടത്തും വാഹനങ്ങൾക്ക് വന്ന് ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. ഇതൊക്കെ മറഞ്ഞുപോയി മാഞ്ഞു വരികയാണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് പുനരുദ്ധാരണം ചെയ്യണം. അതിന് ഈ UDF ഗവൺമെൻറ് വരുമ്പോൾ അതിന് ശ്രമിക്കും. ഒന്ന്, അതിന് വെറ്റിലയ ഈ MSP ഏർപ്പെടുത്തി മിനിമം സപ്പോർട്ട് പ്രൈസ് ഏർപ്പെടുത്തി വെറ്റില സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതേപോലെ ഞാൻ മത്സ്യവും അതേപോലെ തന്നെ സംഭരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു നിയമസഭയിൽ. ഇത് രണ്ടും, ഈ രണ്ടിന് കൃഷിയും മത്സ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഉൽപ്പന്നത്തിന് അതിന് ഉൽപ്പാദകർക്ക് വില നിശ്ചയിക്കാൻ കഴിയാത്ത 2 രംഗേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ ടാഗ്, ഈ ഇതുപോലും അതിൻ്റെ വില നിശ്ചയിച്ച അതിൻ്റെ കമ്പനിയാണ്, ഇതിൻ്റെ വില നിശ്ചയിച്ച് ഇതിൻ്റെ കമ്പനിയാണ്. എന്നാൽ കൃഷി ചെയ്യുന്ന കർഷകന് അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാൻ മാർഗ്ഗമില്ല. മത്സ്യം പിടിക്കുന്ന തൊഴിലാളിക്കും അവൻ പിടിച്ചു കൊടുക്കുന്ന വിഭവത്തിന് വില നിശ്ചയിക്കാൻ അവകാശമില്ല. ഒക്കെ വ്യാപാരികളാണ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെയുള്ള സംവിധാനം ഗവൺമെൻറ് തിരിച്ചറിഞ്ഞ് സംവിധാനം ചെയ്യണം. ഞാൻ UDFന് മുമ്പിൽ സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതായത് ഞങ്ങളൊരു മാനിഫെസ്റ്റോ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനീയ പ്രതിപക്ഷ നേതാവുമായും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹവും അതിന് മുന്തിയ പരിഗണന നൽകും എന്ന രീതിയിൽ തന്നെ എന്നോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകാൻ പോകും. തീർച്ചയായും. ഈ ഇടതുപക്ഷ ഗവൺമെൻറ് നമുക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ വലിയ തടസ്സം നിന്നു എന്നതുൾപ്പെടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ മറികടക്കാൻ എന്താണ് ചെയ്തത്? അതിനെതിരെ ഏത് രീതിയിലാണ് പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത്? ഒന്ന്, ആരോപണമല്ല, യാഥാർത്ഥ്യമാണ്. ഒന്ന്, മലപ്പുറം ജില്ലയോട് തന്നെ കടുത്ത അവഗണനയാണ് ഈ സർക്കാർ കാണിച്ചത്. ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെ കാര്യം അറിയാം. +2 പ്രവേശിക്കാൻ ഈ കുട്ടികൾ ഇവിടെ ജില്ലയിൽ 17,000-ഓളം കുട്ടികൾക്ക് സീറ്റില്ലാതെ വലയിരുന്നു. പലരും പഠിത്തം നിർത്തിപ്പോയി. മാർക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും സീറ്റും കിട്ടില്ല. വലിയ ഫീസ് കൊടുത്ത് ചിലരൊക്കെ പഠിക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി. ഈ ഗവൺമെൻറ്, ഞാൻ MLA ആയതിന് ശേഷം നിയമസഭയിൽ ഞങ്ങൾ പലയാവർത്തി ഉന്നയിച്ചു. ഉന്നയിക്കുമ്പോഴൊക്കെ മന്ത്രി, മുഖ്യമന്ത്രി, ഈ ജലക്കാരനായ മന്ത്രിയൊക്കെ പറയുന്നത്
സൗകര്യമുണ്ട്, വെറുതെ പറയാണ്, പ്രതിപക്ഷം കളവ് പറയാണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പല ദിവസം സഭ ബഹിഷ്കരിക്കേണ്ടി വന്നു, പ്രക്ഷോഭം നടത്തേണ്ടി വന്നു. ഞാനും ബഹുമാനായ ഈ ജില്ലയുടെ മന്ത്രിയും കൂടി ഞാൻ പഠിച്ച സ്കൂളിൽ വെച്ച് ഒരു തർക്കം തന്നെ ഉണ്ടായി. ഞാൻ മന്ത്രിയോട് പറഞ്ഞപ്പോൾ മന്ത്രി MLA കളവ് പറയാണ് എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഞങ്ങൾ പൊരുതി 185 ബാച്ച് കൊണ്ടുവന്നു, 185 ബാച്ച്. പക്ഷേ ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നത് എൻ്റെ മണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളിലും 2 വീതം ബാച്ചുകൾ വാങ്ങാൻ നിൽക്കുകയായിരുന്നു. അതിനടുത്ത് 1 കിട്ടിയപ്പോൾ എല്ലാ സ്കൂളിലും 2 ബാച്ച് വീതം കിട്ടി. അത് ഞാൻ വലിയ അഭിമാനം കൊള്ളുന്നുണ്ട്. അതിലൊരു മുന്തിയ പങ്ക് എനിക്ക് കിട്ടി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉദാഹരണത്തിനാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ എല്ലാ മേഖലയും, ഇപ്പോൾ ആരോഗ്യ മേഖല ശോഷിച്ചു പോയില്ലേ, എല്ലാവർക്കും അറിയുന്ന ആളല്ലേ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ആരോഗ്യ മേഖല തന്നെ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ. അപ്പോൾ അതിന് ശ്വാസം കൊടുത്ത്, ഓക്സിജൻ കൊടുത്ത് ആരോഗ്യ മേഖലയെ തന്നെ നമുക്ക് രക്ഷിക്കേണ്ടത്. UDF ഇത് കഴിയും കേട്ടോ, UDF കഴിയും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഈ മേഖലകളൊക്കെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തും. ഇവിടെ ജില്ലാ ആശുപത്രിയുണ്ട്, ബോർഡ് ഇങ്ങനെ പലപ്പോഴും മാറ്റി വെച്ച് താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി എന്ന ബോർഡാക്കി. പിന്നെ കുടുംബാരോഗ്യ കേന്ദ്രം എന്നൊരു ബോർഡ് വെച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന ബോർഡ് വീണ്ടും മാറ്റി. ബോർഡ് മാറ്റിയതുകൊണ്ട് അതിൻ്റെ പൈൻറ്റിൻ്റെ ചെലവ് ആകുന്നു, നഷ്ടം വരുന്നു എന്നല്ലാതെ എന്ത് ലാഭം നമുക്ക് കിട്ടുക? ബോർഡെ മാറ്റിയിട്ടുള്ളൂ പരാവർത്തി. അവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ പോലും പുതുക്കി കൊടുത്തിട്ടില്ല. ഇപ്പോൾ 204 ഡോക്ടർമാരെ നിയമിച്ചു വിവിധ മേഖലയിൽ. ഞങ്ങളുടെ ജില്ലയ്ക്ക് തന്നെ തരുന്നവർക്ക് 4 ആണ്. ജനങ്ങളറിയാനാണ് ഞാൻ പറയുന്നത്, വെറും 4 ആണ്. അതിൽ 10-1 തരികയാണെങ്കിൽ, 10-1 കൂടുതൽ ജനസംഖ്യ മലപ്പുറത്തുണ്ട്. ജനസംഖ്യയ്ക്ക് ഒരു ആളോഹരി പങ്കാളിത്തം തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 21 ആളെ കിട്ടേണ്ടമായിരുന്നു. അതിലേക്ക് 4 ആളെ മാത്രമേ തന്നു, 4 ആളെ. ഈ ഗവൺമെൻറ് നയം വ്യക്തമാക്കാൻ ഇതിനേക്കാൾ അപ്പുറം ഉദാഹരണം ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇതേപോലെ അവഗണിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. ഇതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട്. അതേപോലെ MLA മാർക്ക് ഞങ്ങൾക്ക് 5 കോടിയേ തരുള്ളൂ. എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ കൊല്ലം 5.5 കോടി കിട്ടി, ഇപ്രാവശ്യം 6 കോടി കിട്ടി. 1 കോടിയുടെ ഒരു വർധനവുണ്ടായി. ഇതല്ലാതെ ഇപ്പോൾ ഈ പഞ്ചായത്തിലെ 3 പാലം, ഈ 3 പാലത്തിന് ഞാൻ 21 മുതൽക്ക് ഗവൺമെൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 100 രൂപ ടോക്കൺ മണി മാത്രം എല്ലാ വർഷവും. ഒരു ആവർത്തിയെങ്കിലും ഈ ചങ്ങായി പറയുന്നൊന്ന് കൊടുക്കട്ടെ എന്ന് തീരുമാനിച്ചില്ല. 5 കോടിയിൽ കൂടുന്നതുകൊണ്ട് പാലില്ല, 5 കോടിയേ തരുള്ളൂ. അതാണ് സ്ഥിതി. അതൊക്കെ ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കും. അപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് കോണി അടയാളത്തിൽ ഇവിടുത്തെ ജനങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്നത് അപ്പുറത്തുള്ളവർ കൂടി എന്നെ സഹായിക്കാൻ തയ്യാറാണ് ഈ കാര്യത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അത് കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം ഒരു വലിയ ജനവിധി ഈ പ്രാവശ്യം വോട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ പ്രതീക്ഷയിലാണ്, ശുഭാപ്തി വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ഒരു ചോദ്യം കൂടി. നമ്മുടെ മലയാളം സർവകലാശാലയും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നമ്മുടെ തുഞ്ചൻ പറമ്പും ഒരു കൂട്ടം ആളുകൾ കൈയടക്കി വെച്ചതുകൊണ്ടാണ് അവിടെ വികസനങ്ങൾ, അത് കൂടുതൽ സാധ്യതകളുള്ളൊരു കേന്ദ്രം കൂടിയാണ് തുഞ്ചൻ പറമ്പ്. അപ്പോൾ അതിനെതിരെ പൊതുജനങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതായത് തുഞ്ചൻ പറമ്പിൽ ഒരു കൂട്ടം ആളുകൾ മാത്രം കൈയടക്കി വെച്ചതുകൊണ്ട് വികസനം അവിടെ മുരടിച്ചു പോയി. ഒരുപാട് സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ എന്താ പറയുക, വലിയ തോതിൽ ഒരു സഹായകരമാകുന്നൊരു പഠന കേന്ദ്രം ഉൾപ്പെടെ അവിടെ സ്ഥാപിക്കാൻ കഴിയുമെന്നത് അടക്കമാണ് ആളുകൾ പറയുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇപ്പോൾ ഭരണകക്ഷിയായിട്ടുള്ള കേരളത്തിലെ ആളുകൾ CPM-ന് പുരോഗമന കാഴ്ചപ്പാട് കുറവാണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കല്ലുവെട്ട് മെഷീൻ വന്നപ്പോൾ, നെല്ലുകുത്ത് മെഷീൻ വന്നപ്പോൾ, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ വന്നപ്പോൾ, അവസാനം കമ്പ്യൂട്ടർ വന്നപ്പോൾ ഒക്കെ എതിർത്തു. ഒരു രാഷ്ട്രീയ കക്ഷി എതിർക്കുകയാണ്. നമ്മളതിനെ അനുകൂലിക്കുമ്പോൾ, ഇത് ആവശ്യപ്പെടുമ്പോൾ അവരിതിനെ എതിർക്കുകയാണ്. പക്ഷെ കാലക്രമേണ അവസാനം അതൊക്കെ അവർ അംഗീകരിക്കണം. എന്നിട്ട് അവർ ഞങ്ങളത് കൊണ്ടുവന്നെന്ന് പറയും ചെയ്യും. ഈ രീതിയിൽ പെരുമാറുന്ന ഒരു രാഷ്ട്രീയ സംഘടന നമ്മളെ ട്യൂബ് പോലെയാണ്, പെട്ടെന്ന് കത്തൂല, ഒന്ന് മിനുങ്ങി കത്തുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് പുരോഗമന ആശയക്കാരായിട്ടുള്ള ആളുകൾ ഭരണരംഗത്ത് വരണം. അതുകൊണ്ട് UDF അധികാരത്തിൽ വരുമ്പോൾ അതിനൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കും. മലയാളം സർവകലാശാല തന്നത് UDF ഗവൺമെൻറ്റാണ്. അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയും ആദരണീയനായ നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആകുമ്പോഴാണ് നമുക്ക് മലയാളം സർവകലാശാല തന്നത്. 10 വർഷമായി ഭരിക്കുന്ന ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ്, മാർക്സിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ് സർവകലാശാലയോട് നീതി കാണിച്ചിട്ടില്ല. 20 കോടി രൂപ അതിനു വേണ്ടി വാങ്ങിയിട്ടുണ്ട്, ബിൽഡിംഗ് ഉണ്ടാക്കാൻ 20 കോടി. പക്ഷേ ചിലവാക്കാൻ സ്ഥലമില്ല. വാങ്ങിയ ഭൂമി പോലും ചതുപ്പ് നിലമാണ്. ആ ഭൂമിയാണ് സർക്കാർ പണം കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുന്നത്. തണ്ണീർത്തടമാണ്, അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല നമുക്ക്. അപ്പോൾ 90 ലക്ഷത്തിന് ഒരു ചെറിയ ബിൽഡിംഗ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തു 2 ആഴ്ച മുമ്പ്. അതുകൊണ്ട് ഈ പണം ഉണ്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പുരോഗമന കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുവരണം. അതാണ് നാട് പുരോഗമിക്കാനുള്ള കാരണം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഈ ഇടതുപക്ഷക്കാർ അധികാരത്തിൽ വരുന്നത് നമ്മുടെ രാജ്യം തളർന്നു പോകും. അല്ല എങ്കിൽ ഇതിനേക്കാൾ വലിയ ബഹുദൂരം നമുക്ക് ഉയരാൻ സാധിക്കും. അതുകൊണ്ട് പുരോഗമന കാഴ്ചപ്പാടുള്ളവരെ, വികസന തൽപരരായിട്ടുള്ള ആളുകളെ രംഗത്തേക്ക് കൊണ്ടുവരാൻ, വിജയിപ്പിക്കാൻ ജനങ്ങൾ സന്നദ്ധമാവുക എന്നുള്ളതാണ് കേരളത്തെ വളർത്താൻ നമ്മൾ ചെയ്യേണ്ട ഒരു സാമാന്യമായിട്ടുള്ള ഒരു ചുമതല. തീർച്ചയായും തിരൂരിൻ്റെ ഫ്ലൈ ഓവറിനെ പറ്റിയിട്ട് അത് MLA ആയിരിക്കുമ്പോൾ അത് പദ്ധതി കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ പിന്നീട് അത് നടന്നില്ല എന്നാണ് NDA സ്ഥാനാർത്ഥിയും ഒക്കെ ആരോപിച്ചിട്ടുള്ളത്. അപ്പം ഫ്ലൈ ഓവറിൻ്റെ ഒരു സ്ഥിതി എന്താണ് ഈ സമയത്ത്? ഫ്ലൈ ഓവർ 30 കോടി രൂപ അനുവദിച്ചു. അത് തിരൂരിൽ ജനങ്ങൾക്കറിയാം. ഇപ്പോഴത്തെ തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയം മുതൽക്ക് സ്റ്റേറ്റ് ബാങ്ക് വരേക്കുള്ള ഒരു ഇങ്ങനെ ചെറിയൊരു ദൂരം 100 മീറ്റർ 150 മീറ്റർ വരുന്നൊരു ഭാഗത്തേക്ക് മാത്രമാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തിരൂരിലെ ഈ ട്രാഫിക് ജാം ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ 2 സ്ഥലത്ത് പുതിയ പ്രതിസന്ധികളുണ്ടാകും. ഒന്ന്, ഈ സ്റ്റേഡിയം വികസിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളും അതേപോലെ അപ്പുറത്ത് MSൻ്റെ സ്കൂള് മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതുവഴി കടന്നു വരുന്നതും കൂടി ആകുമ്പോൾ അവിടെ വലിയ കൺജസ്റ്റഡായി മാറും. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഇപ്പോൾ ആ റോഡ് വീതി കൂട്ടി, അവിടെ അച്ചുട്ടി റോഡ് എന്ന് പറയും, ഗവൺമെൻറ് ആശുപത്രി സിവിൽ സ്റ്റേഷനിലൂടെ കടന്നു വരുന്ന റോഡ്, അപ്പുറത്ത് തുഞ്ചംപറമ്പിലേക്ക് പോകുന്ന റോഡ്, ഈ 2 ഭാഗത്തും ജനത്തിരക്കും വാഹനത്തിരക്കും കൂടും. അപ്പോൾ വലിയ 2ഇടത്തായി വലിയ പ്രതിസന്ധി വരും. അപ്പോൾ ഇത് പരിഹരിക്കാൻ പാലം നീളം കൂട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറേ കൂടി ഇപ്പുറത്ത് നിന്ന് തുടങ്ങി ഈ അപ്പുറത്ത് അവസാനിപ്പിക്കാവുന്ന രീതിയിൽ വേണം. അപ്പോൾ അതിന് വന്ന് പഠിച്ചപ്പോൾ 100 കോടി രൂപ വേണം. അപ്പോൾ ഗവൺമെൻറ് 100 കോടി ഇല്ലാത്തൊരു വിഷയം പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഇരുന്നാലും അത് ഗവൺമെൻറ് മുമ്പാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ വ്യാപാരികൾ അവിടുത്തെ നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് താല്പര്യം ഫ്ലൈ ഓവർ വരുന്നതല്ല, റോഡ് വീതി കൂട്ടാണ് ഏറ്റവും അഭികാമ്യം എന്ന അഭിപ്രായം പറഞ്ഞു. അത് ഞാൻ കിഫ്ബിയുടെ ചെയർമാനുമായൊക്കെ ഞാൻ സംസാരിച്ചു. മൊത്തത്തിൽ അത് അംഗീകരിച്ചു. ഇപ്പോൾ അതിന് വേണ്ടി 40 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റോഡ് വീതി കൂട്ടും. അത് തിരൂർ മണ്ഡലത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് BP അങ്ങാടി വരേക്കുള്ള, അവിടെ റെയിൽവേ ഓവർബ്രിഡ്ജ് മുതൽക്ക് BP അങ്ങാടി വരേക്കുള്ള സ്ഥലം വീതി കൂട്ടാൻ വേണ്ടിയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഇത് കൊടുത്തു, മൊത്തത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതിന് തുടർ നടപടി ഇലക്ഷൻ വിജ്ഞാപനം വന്നുകൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഇത് കഴിഞ്ഞാലുണ്ടാകും. തീർച്ചയായും ഈ തിരക്കിനിടയിലും നമുക്കൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി. ഒപ്പം തന്നെ അങ്ങേക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. വി. അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മണ്ഡലം മാറിയതൊന്നും കുറുക്കോളി മൊയ്തീന് പ്രശ്നമേ അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഉറച്ച വിജയ പ്രതീക്ഷയിലാണ് അദ്ദേഹം. ഇന്ന് വെട്ടം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് കുറുക്കോളി മൊയ്തീൻ. ക്യാമറ പേഴ്സൺ വൈഷ്ണവിനോടൊപ്പം അശ്വിനി ശ്രീവേൽ, കേരള വിഷൻ.